തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളെന്ന് പോലീസ്. കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയെന്നും കണ്ടെത്തൽ. 14 വയസ്സുള്ള മുഖ്യപ്രതിയെ സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിന് മുമ്പ് സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. പുതുവത്സര രാത്രിയുടെ സന്തോഷങ്ങളെയെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ദാ ഇവിടെ ഈ തേക്കിൻകാട് മൈതാനം ഇന്നലെ രക്തത്തിൽ മുങ്ങി. കൊല്ലപ്പെട്ടയാൾ മദ്യലഹരിയിൽ, കൊന്നവരാകട്ടെ കഞ്ചാവിന്റെ ലഹരിയിൽ. ഇന്നലെ അരിങ്കൊല നടന്നത് ലഹരിയുടെ പുകമറയത്ത്. പുതുവത്സര രാത്രിയിൽ തൃശൂർ നഗരത്തെ ഒന്നാകെ നടുക്കുന്ന സംഭവമാണ് തേക്കിൻകാട് മൈതാനത്ത് നടന്നത്. 14-കാരനായ വിദ്യാർത്ഥിയാണ് തൃശൂർ പൂത്തോൾ സ്വദേശി ലിവിൻ ഡേവിഡിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ പരസ്യമായി കഞ്ചാവ് വലിച്ചത് ചോദ്യം ചെയ്തപ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. ലിവിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതികളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു. കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. 14 വയസ്സുള്ള മുഖ്യപ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. 24 തൃശൂർ. ആയുധമരയിൽ തിരികെ ഏത് സന്തോഷവേദിയിലേക്കും കടന്നു ചെല്ലാൻ മടിയില്ലാത്ത ഈ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടികൾ ഒരു വലിയ സൂചനയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ലഹരി മാഫിയയും ഗുണ്ടാ സംഘങ്ങളും നുഴഞ്ഞുകയറി എന്നതിന്റെ വലിയ സൂചന. അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ.